പുരുഷനോ ആയിക്കോട്ടെ, ഒരു വ്യക്തിയെ ഇത്തരത്തിൽ മോശമായിട്ടുള്ള രീതിയിൽ എന്തിനാണ് ആവർത്തിച്ച് അപമാനിക്കുന്നതെന്ന് നമുക്ക് പലപ്പോഴും തോന്നും. എന്തായാലും ഹണി റോസ് കുറച്ച് വൈകിയാണെങ്കിലും ഇത്തരത്തിലൊരു ധീരമായിട്ടുള്ള നിലപാടെടുത്ത് മുന്നോട്ട് വന്നത് അത് ഹണി റോസിനെ പോലെ ഇത്തരത്തിൽ സൈബർ ആക്രമണം നേരിടുന്ന ഒരുപാട് സ്ത്രീകൾക്ക് പ്രചോദനം തന്നെയാണ്. അത് പോലീസിന്റെ ഭാഗത്തു നിന്നുമുണ്ടായ അമിത വേഗത്തിലായുള്ള ഈ ഒരു നടപടി ഇന്നലെ രാത്രിയോടെയാണ് ഹണി റോസ് പരാതി കൊടുത്തത്. ഇന്ന് രാവിലെ ആയപ്പോഴേക്കും ആദ്യത്തെ അറസ്റ്റ് രേഖപ്പെടുത്തുകയും ചെയ്തു. അങ്ങനെ അതിവേഗത്തിൽ തന്നെ ഇത്തരത്തിൽ സമൂഹ മാധ്യമങ്ങളിൽ ഈ സൈബർ ആക്രമണം നേരിടുന്ന ആളുകളുടെ പരാതിയിൽ ഇതുപോലെ എത്രയും വേഗം അറസ്റ്റിലേക്കും അല്ലെങ്കിൽ നിയമ നടപടികളും ഒക്കെ ആയിട്ട് പോലീസ് വേഗം മുന്നോട്ട് പോകട്ടെ എന്ന് തന്നെ കരുതുന്നു. ഒപ്പം ഹണി റോസ് പറഞ്ഞതുപോലെ ഇത്തരത്തിൽ സൈബർ ആക്രമണം നേരിടുന്ന ഓരോ സ്ത്രീകൾക്കും അല്ലെങ്കിൽ ഓരോ വ്യക്തികൾക്കും വലിയൊരു പ്രചോദനം തന്നെയാണ് ഈ വൈകിയ വേളയിലെങ്കിലും ഇത്തരത്തിലൊരു നടപടിയുമായി ഹണി റോസ് മുന്നോട്ട് വന്നതെന്ന് ആ ധീരമായ നിലപാടിനെ നമുക്കും അഭിനന്ദിക്കാം. എന്തായാലും ഇപ്പോൾ ഒരു അറസ്റ്റാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. വരും മണിക്കൂറിൽ കൂടുതൽ പേരെ അറസ്റ്റ് ചെയ്യും. ചില ഫേക്ക് അക്കൗണ്ടുകൾ ഹണി റോസ് 26 പേർക്കെതിരെയാണ് കേസ് എടുത്തിരിക്കുന്നത്. പക്ഷേ പോലീസിന്റെ പട്ടികയിൽ 30-ലധികം പേർക്കെതിരെയാണ് കേസ് എടുത്തിരിക്കുന്നത്. ആദ്യത്തെ അറസ്റ്റ് മാത്രമാണ് ഉണ്ടായത്. വരും മണിക്കൂറിൽ കൂടുതൽ അറസ്റ്റുകൾ ഉണ്ടാകും. കൃത്യമായിട്ടുള്ള 1 വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കുന്ന, പിഴയും ലഭിക്കുന്ന വകുപ്പുകൾ ചുമത്തി തന്നെയാണ് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. വകുപ്പിലെ 30-ലധികം പേർക്കെതിരെ പോലീസ് ഇതുവരെ കേസ് എടുത്തു എന്നാണ് മനസ്സിലാക്കുന്നത്. ഇവരുടെ അക്കൗണ്ടുകൾ പോലീസ് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. എവിടെയുള്ള ആളുകളാണ് എന്ന്, ഏതൊക്കെ ജില്ലകളിലുള്ളവരാണ് എന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? കൂടുതൽ പേരും എറണാകുളം, ഇപ്പോൾ നിലവിൽ കൊച്ചി സ്വദേശിയാണ് പിടിയിലായിരിക്കുന്നത്. മറ്റാരൊക്കെയാണ് പോലീസിന്റെ നിരീക്ഷണത്തിലുള്ളത്? അത്തരം വിവരങ്ങൾ എന്തെങ്കിലും ലഭ്യമായിട്ടുണ്ടോ? ടോം, ഇപ്പോൾ അറസ്റ്റിലായത് എറണാകുളം കുമ്പളം സ്വദേശി ഷാജിയാണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. പക്ഷേ വരും മണിക്കൂറിൽ അറസ്റ്റുകൾ ഉണ്ടാകുമെന്ന് തന്നെ പറയുന്നുണ്ട്. കൂടുതൽ ഈ പ്രൊഫൈലുകൾ പരിശോധിക്കേണ്ടതുണ്ട്. സൈബർ സെല്ലിന്റെ ഒക്കെ സഹായം തേടി മാത്രമേ അടുത്ത ഘട്ടത്തിലേക്ക് കടക്കാൻ കഴിയുകയുള്ളൂ. ചിലപ്പോൾ ഇത് ഫേക്ക് അക്കൗണ്ടുകൾ ഉണ്ടാകാം. അത് ആരുടേതാണെന്ന് കണ്ടുപിടിക്കണമെങ്കിൽ സൈബർ സെല്ലിന്റെ സഹായം വേണം. അങ്ങനെ കുറച്ച് കടമകൾ കൂടിയുണ്ട്. എങ്കിൽ പോലും എത്രയും വേഗം ബാക്കിയുള്ള പ്രതികളെ കൂടി പിടികൂടുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. പക്ഷേ ഇവർ എവിടെയുള്ളവരാണെന്ന് അങ്ങനെ മറ്റു വിവരങ്ങളൊന്നും പോലീസ് പുറത്തുവിടാൻ തയ്യാറായിട്ടില്ല. ഇതെല്ലാം അന്വേഷണ പരിധിയിലാണ്, അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം ആ വിവരങ്ങളൊക്കെ പുറത്തുവിട്ടാൽ ഇത് അന്വേഷണത്തിന് തടസ്സപ്പെടും, അല്ലെങ്കിൽ പ്രതികൾക്ക് രക്ഷപ്പെടാനുള്ള ഒരു സാഹചര്യം ഒരുക്കി കൊടുക്കുന്നതിന് തുല്യമാകും. അതുകൊണ്ട് ആ വിവരങ്ങളൊന്നും പോലീസ് അറിയിക്കുന്നില്ല. ഒരാളെ മാത്രം അറസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്ന് മാത്രമാണ് അറിയുന്നത്. ഇന്ന് രാവിലെ തന്നെ സെൻട്രൽ പോലീസ് ഇയാളെ പിടികൂടി കോടതിയിൽ ഹാജരാക്കാനുള്ള നടപടിക്രമങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഹണി റോസിന്റെ പരാതിയിലാണ് ഇപ്പോൾ ഒരാളെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. കൂടുതൽ അറസ്റ്റുകൾ നമ്മൾ പ്രതീക്ഷിക്കാം. സൈബർ സെല്ലും ഇതിനു വേണ്ടിയിട്ടുള്ള സഹായങ്ങൾ പോലീസിന് നൽകുന്നുണ്ട്. ഇതിന്റെ ഒരു ഫേക്ക് ഐഡി ഒക്കെ ഉള്ള സാഹചര്യത്തിൽ ആ രീതിയിൽ ഉള്ള ഒരു അന്വേഷണം, അതിനുവേണ്ടി കുറച്ച് താമസം ഉണ്ടാകുമെന്ന് കൂടി പോലീസ് പറയുന്നുണ്ട്. പക്ഷേ കൂടുതൽ അറസ്റ്റ് ഉണ്ടാകും എന്നത് ഉറപ്പ് തന്നെയാണ്. ഹണി റോസിന്റെ ഈ ഒരു പരാതി അത് ഒരു പ്രമുഖനായിട്ടുള്ള വ്യക്തിക്കെതിരെ നടത്തിയ കുറിപ്പിൽ അതിനടിയിലാണ് ഇത്തരത്തിൽ മോശമായിട്ടുള്ള അശ്ലീലമായിട്ടുള്ള ഭാഷകളിലുള്ള കമന്റുകൾ വരികയും പിന്നീട് ഇത് പരാതിയുമായി ഹണി റോസ് മുന്നോട്ട് പോകുമെന്ന തീരുമാനത്തിലേക്ക് എത്തുകയും ചെയ്തത്. ടോം, നവമി, ഹണി റോസ് സൂചിപ്പിച്ചതനുസരിച്ച് നിയമപരമായ ഉപദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരം നിയമ നടപടിയുമായി മുന്നോട്ട് പോകുന്നതെന്ന് അവർ വ്യക്തമാക്കിയിട്ടുണ്ട്. അതായത് ഇനി ഹണി റോസിനെതിരെ സൈബറിടത്ത് മാത്രമല്ല അല്ലാത്ത രീതിയിലും അധിക്ഷേപിക്കുന്നവർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്ന് തന്നെയല്ലേ ഹണി റോസ് എടുത്തിരിക്കുന്ന തീരുമാനം? അങ്ങനെ തന്നെയാണ് ടോം. കാരണം ഈ ഹണി റോസ് സൂചിപ്പിച്ചത് പ്രകാരം 3 വർഷത്തിലേറെയായി ഇത്തരത്തിലുള്ള സൈബർ ഇടങ്ങളിൽ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള പല മോശം കമന്റുകൾ നമുക്കറിയാം. പല ചാനലുകളിലും തമാശ രൂപേണ അല്ലെങ്കിൽ ഓരോ കോമഡി പരിപാടികളിലൊക്കെ ഹണി റോസിനെ വളരെ മോശമായിട്ടുള്ള രീതിയിലൊക്കെ ചിത്രീകരിച്ച് ഓരോ കോമഡികൾ അവതരിപ്പിക്കുന്നത്, തമാശകളായിട്ടൊക്കെ അത് അവതരിപ്പിക്കുന്നത് നമ്മൾ ഇതിനു മുൻപും കണ്ടിട്ടുള്ളതാണ്. പക്ഷെ അതിനൊന്നും ഒരു വിധത്തിലുള്ള പ്രതികരണത്തിലേക്ക് ഹണി റോസ് പോയിട്ടില്ല. ഈ തൻ്റെ ശരീരത്തെ അല്ലെങ്കിൽ
താൻ ധരിക്കുന്ന വസ്ത്രത്തെയൊക്കെ വളരെ മോശമായിട്ടുള്ള രീതിയിൽ പലയിടങ്ങളിലും പല വേദികളിലുമൊക്കെ തമാശ രൂപേണയും അല്ലെങ്കിൽ വേദനിപ്പിക്കുന്ന തരത്തിലൊക്കെ പരാമർശങ്ങൾ നടത്തുമ്പോൾ പോലും ഹണി റോസ് ഇതുമായി പ്രതികരിക്കാനോ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഇതിന് നിയമ നടപടിയുമായി മുന്നോട്ട് പോകാനോ ഒന്നും തന്നെ തയ്യാറായിരുന്നില്ല. അതൊക്കെ അവരുടെ മുഖ്യമന്ത്രിക്കോ അല്ലെങ്കിൽ വനിതാ കമ്മീഷൻ അടക്കം പരാതി നൽകണമെന്നൊക്കെ തീരുമാനിച്ചിരുന്നതാണ്. പക്ഷെ അപ്പോഴും വേറെ ഏതെങ്കിലും തരത്തിലുള്ളൊരു പ്രതികരണം നടത്തി കോൺട്രവേഴ്സി ആക്കണ്ട എന്ന് കരുതി അവർ സൈലന്റ് ആയിട്ടിരുന്നതായിരുന്നു. പക്ഷെ ഇപ്പോൾ ഈ ഒരു പരാമർശങ്ങൾ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള അധിക്ഷേപങ്ങൾ അതിര് കടന്നപ്പോഴാണ് ഒരു നിയമ നടപടിയുമായി പോകാൻ ഹണി റോസ് തീരുമാനിച്ചിരുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇപ്പോൾ ഈ ഒരു പരാതിയുമായി രംഗത്തെത്തിയതും ഇനി ഇത്തരത്തിൽ ഈ പറയുന്ന വ്യക്തിയുടെ ഭാഗത്ത് നിന്നും ഏതെങ്കിലും തരത്തിലുള്ള മോശമായിട്ടുള്ള പരാമർശങ്ങൾ ഇനിയും പൊതുവേദികളിലോ അല്ലെങ്കിൽ മാധ്യമങ്ങളിലോ ഉണ്ടായാൽ ഉറപ്പായും നിയമ നടപടിയുമായി മുന്നോട്ട് പോകും എന്നുകൂടിയാണ് ഹണി റോസ് പറഞ്ഞു വെക്കുന്നത്. ടോം, വ്യക്തമാണ്. കൊച്ചിയിൽ നിന്ന് നവമി ദിനേശാണ് വിവരങ്ങൾ നൽകിയത്. നടി ഹണി റോസിനെ സമൂഹ മാധ്യമങ്ങളിൽ അധിക്ഷേപിച്ച കേസുമായി ബന്ധപ്പെട്ടാണ് ഒരാളെ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. കൂടുതൽ അറസ്റ്റുകൾ ഉണ്ടാകുമെന്ന് പോലീസ് വ്യക്തമാക്കുന്നുമുണ്ട്. ഇതുപോലുള്ള സൈബർ ആക്രമണങ്ങൾക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്നാണ് ഹണി റോസ് ന്യൂസ് 8നോട് വ്യക്തമാക്കിയിരിക്കുന്നത്. സ്പോട്ട് ലൈവിന് പരിശോധിക്കുന്നത് PV അൻവർ MLAയുടെ അറസ്റ്റുമായി ബന്ധപ്പെട്ട കേസാണ്. അറസ്റ്റിനെ തുടർന്ന് വലിയ രീതിയിലുള്ള രാഷ്ട്രീയ വിവാദങ്ങളും ഉയർന്നിട്ടുണ്ട്. PV അൻവറിന്റെ അറസ്റ്റ് രാഷ്ട്രീയപരമായ പകപോക്കൽ എന്നാണ് ആക്ഷേപം ഉയർന്നിരിക്കുന്നത്. നിലമ്പൂർ ഫോറസ്റ്റ് ഓഫീസ് ആക്രമിച്ച കേസിൽ റിമാൻഡിലായ PV അൻവറിന്റെ ജാമ്യാപേക്ഷയിൽ പോലീസിന്റെ റിപ്പോർട്ട് തേടിയിരിക്കുകയാണ് കോടതി. നിലമ്പൂർ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് കോടതിയാണ് കേസ് പരിഗണിച്ചത്. PV അൻവറിന്റെ പ്രേരണയിലാണ് ആക്രമണമെന്നും പോലീസിനെ തള്ളി മാറ്റി നിലത്തിട്ട് ചവിട്ടിയതായും റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. വിശദാംശങ്ങളുമായി മലപ്പുറത്ത് നിന്ന് CV അനുമോദ് ചേരുന്നു. അനുമോദ്, വലിയ രീതിയിലുള്ള നാടകീയ സംഭവങ്ങൾ അരങ്ങേറുന്നു, പിന്നീട് രാഷ്ട്രീയ വിവാദമായി മാറുന്നു. ഇത് PV അൻവറിന്റെ അറസ്റ്റ് ഒരു പകപോക്കലാണ്, രാഷ്ട്രീയ പകപോക്കലാണ് എന്നാണ് പ്രധാനമായും സർക്കാരിനെതിരെ ആക്ഷേപം ഉയർന്നിരിക്കുന്നതും. പോലീസ് സമർപ്പിച്ച പോലീസിന്റെ റിമാൻഡ് റിപ്പോർട്ടിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഈ അറസ്റ്റുമായി ബന്ധപ്പെട്ട് വ്യക്തമാക്കുന്നത്? ടോം, ഇന്നലെ രാത്രിയാണ് ഒതായിലെ വീട്ടിൽ നിന്നും PV അൻവറിനെ അറസ്റ്റ് ചെയ്തത്. ഇന്നലെ രാത്രി അദ്ദേഹത്തെ മജിസ്ട്രേറ്റിൻ്റെ വസതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. ഇപ്പോൾ അദ്ദേഹം തവനൂർ സെൻട്രൽ ജയിലിലാണുള്ളത്. തുടർന്ന് ഈ പോലീസ് സമർപ്പിച്ച റിമാൻഡ് റിപ്പോർട്ടിലെ വിശദാംശങ്ങൾ ആണ് ലഭ്യമായത്. ഈ അക്രമങ്ങൾക്ക് നേതൃത്വം അല്ലെങ്കിൽ അത്തരത്തിലുള്ള പ്രവൃത്തികൾക്ക് പിന്തുണ നൽകിയത് PV അൻവറാണ്. അദ്ദേഹത്തിനൊപ്പമുള്ളവർ നിരന്തരം ക്രിമിനൽ കേസുകളിൽപ്പെട്ടിട്ടുണ്ട്. അൻവറും ക്രിമിനൽ കേസിൽ നിരവധി കേസുകളിൽ പ്രതിയാണ്. ഈ ഒരു DFOയുടെ ഓഫീസ്, ഫോറസ്റ്റ് ഓഫീസ്, അതിൻ്റെ പൂട്ട് തച്ച് തകർത്ത് ഉള്ളിൽ കയറി ജനാല തകർത്ത് വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കിയെന്ന തരത്തിലാണ് റിമാൻഡ് റിപ്പോർട്ടുള്ളത്. അദ്ദേഹത്തെ മുൻപ് അദ്ദേഹം ഈ വയർലെസ് സന്ദേശങ്ങൾ പുറത്തുവിടുന്ന കാര്യത്തിലും അത്തരത്തിൽ രഹസ്യ സന്ദേശങ്ങൾ മാധ്യമങ്ങൾക്ക് മുൻ പങ്കുവച്ചു എന്നതിൽ ചില കേസുകളൊക്കെ ഉണ്ടായിരുന്നു. അത്തരം എല്ലാ കേസുകളും ഉൾപ്പെടുത്തിക്കൊണ്ടാണ് അൻവറിനെതിരെയുള്ള റിമാൻഡ് റിപ്പോർട്ട്. അതായത് അൻവർ ഒരു ഹാബിച്വൽ ഒഫൻഡർ ആണെന്ന് സ്ഥാപിക്കാൻ പോലീസ് ശ്രമിക്കുന്നതായിട്ടാണ് ഈ റിമാൻഡ് റിപ്പോർട്ട് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുക. ഇനിയിപ്പോൾ അദ്ദേഹത്തിൻ്റെ ജാമ്യാപേക്ഷ 11 മണിക്ക് തന്നെ അഡ്വക്കേറ്റ് സഫറുള്ള, അദ്ദേഹത്തിൻ്റെ അഭിഭാഷകൻ അഡ്വക്കേറ്റ് സഫറുള്ള കോടതിക്ക് മുമ്പ് സമർപ്പിച്ചിരുന്നു. ഈ ജാമ്യാപേക്ഷയിൽ പോലീസിൻ്റെ റിപ്പോർട്ട് തേടിയിരിക്കുകയാണ്. അപ്പോൾ ഉച്ചയ്ക്ക് 1:30 വരെ, കോടതി പിരിയുന്നവരെ പോലീസ് റിപ്പോർട്ട് സമർപ്പിച്ചിട്ടില്ല. ഇനി 3 മണിയോടെ ആയിരിക്കും റിപ്പോർട്ട് സമർപ്പിക്കുക. അതിനുശേഷമേ ജാമ്യാപേക്ഷയിൽ വാദം തുടങ്ങുകയുള്ളൂ. പക്ഷേ ജാമ്യം ഇന്ന് ലഭിക്കാതിരിക്കാൻ പോലീസ് നടപടിക്രമങ്ങൾ വൈകിക്കുന്നതായിട്ടുള്ള പരാതിയും പ്രതിഭാഗം ഭാഗത്തിൻ്റെ അഭിഭാഷകനിൽ നിന്ന് ഉണ്ടായിട്ടുണ്ട്. അത്തരം നിരീക്ഷണം ഉണ്ടായിട്ടുണ്ട്. എന്താണെങ്കിലും പോലീസ് അൻവറിനെതിരെ എടുത്ത കേസ് അത് പരമാവധി ശക്തമായിട്ട് തന്നെ കോടതിക്ക് മുമ്പിൽ അവതരിപ്പിക്കുന്നു. ജാമ്യം ലഭിക്കാതിരിക്കാനുള്ള നടപടികൾ സ്വീകരിക്കുന്നു. പക്ഷേ ഇനി കസ്റ്റഡി അപേക്ഷ ആവശ്യപ്പെടുമോ എന്ന് പോലും അറിയില്ല. കസ്റ്റഡി അപേക്ഷ ആവശ്യപ്പെട്ടാൽ ജാമ്യം നൽകാൻ കഴിയില്ല എന്ന തരത്തിൽ കോടതി പോകും. എന്താണെങ്കിലും കോടതിയുടെ നിലപാട് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇത് സാധാരണഗതിയിൽ ഈ പ്രതിഷേധ പ്രകടനങ്ങളും ചെറിയ ഈ കയ്യേറ്റങ്ങളൊക്കെ നമ്മൾ പലയിടത്തും പ്രതിഷേധങ്ങളുടെ ഭാഗമായിട്ട് കണ്ടിട്ടുണ്ട്.
അവിടെയൊന്നും ഈ പ്രകടനങ്ങൾക്ക് ഉദ്ഘാടനം നടത്തുന്ന അല്ലെങ്കിൽ തുടക്കം കുറിക്കുന്ന ജനപ്രതിനിധിയെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കുന്ന, അത് രാത്രി അറസ്റ്റ് ചെയ്ത് നീക്കുന്ന സാഹചര്യം കണ്ടിട്ടില്ല. അവിടെയാണ് അൻവറിനെതിരെയുള്ള ഈ പോലീസിൻ്റെ നീക്കം പകപോക്കലാണോ എന്ന ചോദ്യം ഉയരുന്നത്. രാത്രി വീട് വളഞ്ഞ് ഒരു വലിയ കുറ്റവാളിയെ പിടികൂടാൻ പോകുന്ന പോലെ വലിയ ബറ്റാലിയൻ പോലീസ്, രണ്ട് പോലീസ് ബസ്സുകളും അതേപോലെ തന്നെ ജീപ്പും വിവിധ സ്റ്റേഷൻ ഉദ്യോഗസ്ഥരൊക്കെ അടങ്ങി ഒരു തീവ്രവാദിയെ പിടിക്കാൻ പോകുന്ന തരത്തിലേക്കാണ് അൻവറിനെ പിടിച്ചതെന്നാണ് UDF-ലെ തന്നെ നേതാക്കൾ ഇപ്പോൾ പറയുന്നത്. അപ്പോൾ അത്രമാത്രം ഒരു പക വെച്ച് എന്തിന് പെരുമാറേണ്ട സാഹചര്യം ഇവിടെ ഉണ്ടായിട്ടുണ്ടോ എന്ന ചോദ്യമാണ് ഉയരുന്നത്. അതുപോലെ തീർച്ചയായും അങ്ങനെ UDF PV അൻവറിനെ പിന്തുണച്ച് രംഗത്തെത്തുന്നുണ്ട്. PV അൻവറിന്റെ അറസ്റ്റിനെ വിമർശിച്ചാണ് UDF നേതാക്കൾ ഒന്നടങ്കം രംഗത്തെത്തിയിരിക്കുന്നത്. എന്നാൽ അറസ്റ്റിനെ CPM നേതാക്കൾ ന്യായീകരിക്കുകയാണ്. അവരുടെ പ്രതികരണങ്ങളിലേക്ക് ആക്ടിവിറ്റി എന്നുള്ള നിലക്ക് മാത്രം കണ്ട് വീട് വളഞ്ഞ് അർദ്ധരാത്രി അറസ്റ്റ് നാടകം നടത്തുകയൊക്കെയാണ് ചെയ്തത്. അത് തെറ്റാണ്. ഇന്നലെ വരെ ഭരണകക്ഷിയായിരുന്ന ഒരു MLA ഇന്ന് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയിട്ടുള്ളത്. കേരള ഹിറ്റ്ലറായിട്ട് പിണറായി മാറുക. ആ ഹിറ്റ്ലറായി മാറിയ പിണറായിയുടെ ഭരണത്തിൻ്റെ അന്ത്യനാളുകളാണ് ഇനി സംഭവിക്കാൻ പോകുന്നത്. അർദ്ധരാത്രി വീട് വളഞ്ഞ് പോലീസ് അറസ്റ്റ് ചെയ്യുക, ഒരു ഭീകരവാദിയെ പോലെ. ഒരു ജനപ്രതിനിധിയോട് ഒരു ജനകീയ പ്രശ്നത്തിൽ അയാൾ സമരം ചെയ്യുമ്പോൾ സമര രീതി വേറെ കാര്യം, പക്ഷേ ഇത് ഇങ്ങനെ അറസ്റ്റ് ചെയ്തത് അങ്ങേയറ്റത്തെ പ്രതിഷേധമാണ്. അറസ്റ്റുമായി ബന്ധപ്പെട്ട നിയമ നടപടികൾ ശരിയാണോ എന്നുള്ളതാണ് പരിശോധിക്കേണ്ടത്. അൻവർ ഒരു അടഞ്ഞ അധ്യായമാണ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അൻവർ ഇപ്പോൾ ഒരു വിഷയമല്ല. അല്ലാതെ ഇതിന്റെ ഒരു കാര്യവും എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ നിങ്ങളുടെ പത്രത്തിൽ വന്നിട്ടുള്ള വാർത്തയാണ് എനിക്കറിയുന്നത്. നിയമത്തിന്റെ വഴിക്ക് ഒരു ജനകീയ പ്രതിഷേധ സമരത്തിന്റെ ഭാഗമായി വനം വകുപ്പിലേക്ക് നടത്തിയ മാർച്ച് അക്രമാസക്തമായതിന്റെ പേരിൽ ഒരു നിയമസഭാംഗത്തെ ഭീകരവാദിയെ വളഞ്ഞുകൂടി പിടിക്കുന്നത് പോലെ വീട് വളഞ്ഞ് രാത്രിയിൽ പിടിച്ച് ജയിലിലടക്കുക എന്ന് പറയുന്ന പിണറായി വിജയന്റെ ഇരട്ടത്താപ്പ് കേരളം കണ്ണു തുറന്ന് കാണുന്നുണ്ട് എന്ന് പിണറായി വിജയനെയും CPM-നെയും ഓർമ്മിപ്പിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. 100-ലധികം പോലീസുകാർ രാത്രി വീട്ടിൽ വന്ന് വീട് വളഞ്ഞ് ഒരു വലിയ കൊലപാതക കേസിലെ പ്രതിയെ അറസ്റ്റ് ചെയ്യുന്നതിനേക്കാൾ വലിയ രീതിയിൽ ഉള്ള ഒരു സമാനമായ ഒരു ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ച് ഒരു MLA അറസ്റ്റ് ചെയ്യുക എന്ന് പറയുന്നത് ഒരു രീതിയിൽ അംഗീകരിക്കാൻ കഴിയില്ല. ഗവൺമെന്റിനെ എതിർക്കുന്ന ആരായാലും ശരി, അവരെ ഏത് രീതിയിലായാലും കള്ളക്കേസ് ഉണ്ടാക്കി അവരെ അറസ്റ്റ് ചെയ്ത് റിമാൻഡ് ചെയ്ത് അവരെ അഭിപ്രായങ്ങൾ അടിച്ചൊതുക്കാവുന്ന ഒരു രാഷ്ട്രീയം, അതാണ് നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത്. UDF നേതാക്കൾ PV അൻവറിന് പിന്തുണ പ്രഖ്യാപിച്ച് രംഗത്തെത്തുന്നു. എന്നാൽ അറസ്റ്റിനെ ന്യായീകരിക്കുകയാണ് CPM നേതാക്കൾ. PV അൻവറിൻ്റെ അറസ്റ്റ് അത് രാഷ്ട്രീയ പകപോക്കലാണ് എന്നാണ് പ്രധാനമായും ആക്ഷേപമുയരുന്നത്. ഈ വിഷയത്തെക്കുറിച്ച് തന്നെ വിശദമായി പരിശോധിക്കണം. അത് രാഷ്ട്രീയ പകപോക്കൽ തന്നെയാണോ? കാരണം ഇതിനു മുൻപ് CPM-ൻ്റെ ചില നേതാക്കൾ LDF കൺവീനർ അടക്കം പറഞ്ഞത് നിയമത്തിൻ്റെ വഴിക്ക് പോകുമെന്നാണ്. എന്നാൽ ബലാത്സംഗ കേസിൽ പ്രതിയായിരുന്ന ജനപ്രതിനിധി, CPM-ൻ്റെ ജനപ്രതിനിധി മുകേഷ് MLA-ക്കെതിരെ എന്ത് നടപടിയാണ് സ്വീകരിച്ചത്? ഇതുപോലെ ഒരു നാടകീയമായ അറസ്റ്റ് ഉണ്ടായോ? നവീൻ ബാബുവിൻ്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായിരുന്ന PP ദിവ്യക്കെതിരെ എന്ത് നടപടിയാണ് സ്വീകരിച്ചത്? ഇതുപോലുള്ള അറസ്റ്റ്, നിയമപരമായ നടപടി പോലീസ് സ്വീകരിച്ചോ? ഇത്തരം പല ആക്ഷേപങ്ങളും ഉയരുന്നുണ്ട്. എന്തായാലും ഈ വിഷയത്തെക്കുറിച്ച് തന്നെ വിശദമായി പരിശോധിക്കാൻ സ്പോട്ട് ലൈവിലേക്ക് തിരികെ എത്താം ഇടവേളയ്ക്ക് ശേഷം. നിലമ്പൂർ ഫോറസ്റ്റ് ഓഫീസ് ആക്രമിച്ച കേസിൽ റിമാൻഡിലായ PV അൻവറിന്റെ ജാമ്യാപേക്ഷയിൽ പോലീസിന്റെ റിപ്പോർട്ട് തേടിയിരിക്കുകയാണ് കോടതി. നിലമ്പൂർ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് കോടതിയാണ് കേസ് പരിഗണിക്കുന്നത്. PV അൻവറിന്റെ പ്രേരണയിലാണ് ആക്രമണം ഉണ്ടായതെന്ന് പോലീസിന് റിമാൻഡ് റിപ്പോർട്ടിലുണ്ട്. വീണ്ടും CV അനുമോദിലേക്ക്. അനുമോദ്, നമുക്കറിയാം ഈ സമീപകാലത്ത് രണ്ട് ജനപ്രതിനിധികൾ, CPM-ൻ്റെ രണ്ട് ജനപ്രതിനിധികൾ, ഒന്ന് മുകേഷ് MLA ഒരു ബലാത്സംഗ കേസ് ചുമത്തുന്നു. പക്ഷേ പോലീസ് കോടതിയിൽ മുൻകൂർ ജാമ്യാപേക്ഷ പോകാനുള്ള സാവകാശം വരെയും നൽകുന്നു, അതും ആഴ്ചകളോളം. നവീൻ ബാബുവിൻ്റെ കേസുമായി ബന്ധപ്പെട്ട്, കേരളത്തിലേറെ രാഷ്ട്രീയ ചർച്ചയായ നവീൻ ബാബുവിൻ്റെ കേസുമായി ബന്ധപ്പെട്ട് CPM-ൻ്റെ കണ്ണൂരിലെ പ്രമുഖ നേതാവും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റുമായിരുന്ന PP ദിവ്യയെ എങ്ങനെയാണ് പാർട്ടിയും സർക്കാരും പോലീസും സംരക്ഷിച്ചതെന്ന് നമുക്കറിയാം.
അവിടെ ഒരു വശത്ത് ഒരു നീതി, അതായത് CPM നേതാക്കൾക്കൊരു നീതി, CPM വിരുദ്ധർക്ക് മറ്റൊരു നീതി. അതല്ലേ യഥാർത്ഥത്തിൽ ഇവിടെ സംഭവിക്കുന്നത് അനുമോദ്? ടോം, ബലാത്സംഗ കുറ്റം, അതുപോലെ ആത്മഹത്യാ പ്രേരണ തുടങ്ങിയ ഗ്രേവ് ഒഫൻസ്, ആ ഒഫൻസുകൾ ആരോപിക്കപ്പെട്ട ജനപ്രതിനിധികൾക്ക് ആവശ്യത്തിലേറെ സമയം, അവരുടെ നീതി ലഭിക്കുവാൻ ആവശ്യമായ സമയം, മുൻകൂർ ജാമ്യമെങ്കിൽ മുൻകൂർ ജാമ്യം, കോടതിയുടെ പരിഗണന, ഇതെല്ലാം ലഭിക്കുവാനുള്ള സമയം പോലീസിൻ്റെ ഭാഗത്ത് നിന്ന് നൽകി എന്നുള്ളത് ടോം വളരെ വിശദമായിട്ട് തന്നെ പറഞ്ഞു. എന്നാൽ അൻവറിൻ്റെ വിഷയം വരുമ്പോൾ ഒരു നേതാവ്, ഒരു പ്രതിപക്ഷത്തിൻ്റെ ഒപ്പം ഇപ്പോൾ നിൽക്കുന്ന ഒരു സ്വതന്ത്ര MLA, ആ MLA നടത്തിയ ഒരു പ്രതിഷേധ പ്രകടനം, അതും ഒരു ജനകീയ വിഷയത്തിൻ്റെ മേൽ നടത്തിയ ഒരു പ്രതിഷേധ പ്രകടനത്തിലാണ് രായ്ക്ക് രാമാനം ഒരു 24 മണിക്കൂർ പോലും സമയം തികയും മുമ്പ്, അർദ്ധരാത്രി എന്ന് പറയാം, അദ്ദേഹത്തെ അറസ്റ്റ് രേഖപ്പെടുത്തി ജയിലിലേക്ക് അയച്ചിരിക്കുന്നത്. ഇവിടെ എന്താണ് ഇത്ര തിടുക്കം കൂട്ടേണ്ടത് എന്ന ചോദ്യമാണ് വരുന്നത്. ഇവിടെ പ്രധാനമായിട്ടും 2 കാര്യങ്ങൾ നമുക്ക് വിലയിരുത്താൻ കഴിയും. ഒന്ന് അൻവറിനോടുള്ള പോലീസിൻ്റെ അല്ലെങ്കിൽ ഭരണപക്ഷത്തിൻ്റെ തീർത്താൽ തീരാത്ത വൈരാഗ്യം, പക. 2, അൻവർ ഉന്നയിച്ച വിഷയം, അത് വന്യജീവി വനം ഭേദഗതിയുമായി ബന്ധപ്പെട്ടതാണ്. അതോടെ തുടർന്ന് വരുന്ന കാട്ടാന ആക്രമണം അല്ലെങ്കിൽ വന്യജീവി ആക്രമണത്തെ തുടർന്നുള്ള സംഭവങ്ങളാണ്. നാളെ ഈ വന്യജീവി ആക്രമണങ്ങൾ ഉണ്ടായി സമാനമായ ദുരന്തങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ ഇപ്പോൾ അൻവർ നടത്തിയ പ്രതിഷേധ പ്രകടനത്തിൻ്റെ പോലെ തന്നെ പ്രതിഷേധ പ്രകടനങ്ങൾ ഇനിയും പലയിടത്തും ഉണ്ടായേക്കാം. അപ്പോൾ അത് തടയുക. അപ്പോൾ അതിനു മുൻപ് തന്നെ ഇത്തരത്തിൽ MLA ആണെങ്കിൽ പോലും ഞങ്ങൾ ഇത്രയും കടുത്ത നടപടിയെടുത്ത് ജയിലിലടയ്ക്കും എന്ന ഒരു സന്ദേശം നൽകുക, അതിനുള്ള അത്തരം ഒരു ലക്ഷ്യം കൂടി അൻവറിനെതിരായ ഈ നടപടിക്ക്, ഈ പോലീസിനും ഭരണപക്ഷത്തിനും അൻവറിനോടുള്ള വിരോധത്തിനപ്പുറത്ത് ഉണ്ട് എന്ന് നമ്മൾ സംശയിക്കേണ്ടി വരും. കാരണം പോലീസിനെ സംബന്ധിച്ച് അല്ലെങ്കിൽ വനംവകുപ്പിനെ സംബന്ധിച്ച് ആ വിഷയങ്ങൾ ജനകീയമായിട്ടൊരു വലിയ പ്രതിഷേധമായിട്ട് ഉയരുകയാണെങ്കിൽ അത് നിയന്ത്രിക്കുക എന്നുള്ളത് വളരെ പ്രയാസമുള്ളൊരു കാര്യമാണ്. മാത്രമല്ല, എപ്പോൾ വേണമെങ്കിലും കേരളത്തിൽ മലയോര മേഖലകളിൽ ഈ വിഷയങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയും തള്ളിക്കളയാനില്ല. അപ്പോൾ അങ്ങനെ 2 കാര്യങ്ങൾ നമ്മൾ ഈ അൻവറിൻ്റെ തിടുക്കത്തിലുള്ള അറസ്റ്റിന് കാരണമായിട്ടുണ്ട് എന്ന് നമുക്ക് കരുതാം. എന്തുതന്നെയാണെങ്കിലും അൻവറിനെതിരായി പോലീസിൻ്റെ തിടുക്കത്തിലുള്ള നടപടി അത് ഒരു തരത്തിൽ അൻവറിൻ്റെ ഗുണം തന്നെയാണ് രാഷ്ട്രീയമായിട്ടുള്ളത്. കാരണം അദ്ദേഹത്തിൻ്റെ ജനകീയ യാത്ര അത് അദ്ദേഹം വിചാരിച്ച പോലെയൊന്നും നടത്തിക്കൊണ്ടുപോകാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടില്ല എന്നുള്ളൊരു വസ്തുതയാണ്. UDF നേതാക്കളെ ഉദ്ഘാടനത്തിനും അതിൻ്റെ പല ചടങ്ങുകളും ക്ഷണിച്ചെങ്കിലും ആരും പങ്കെടുക്കുന്നില്ല എന്ന് പറഞ്ഞതോടെ യാത്രയുടെ രാഷ്ട്രീയ പ്രാധാന്യം നഷ്ടമായിരുന്നു. പിന്നീട് അദ്ദേഹം നടത്തുന്ന യാത്ര അത് അപ്രസക്തമായി പോകുന്ന സാഹചര്യത്തിലാണ് ദൗർഭാഗ്യവശാൽ നിലമ്പൂർ ഉൾക്കാട്ടിനുള്ളിൽ ഈ ഒരു മണി എന്ന ആദിവാസി യുവാവ് ആനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെടുന്നതും തുടർന്ന് ഈ വിഷയങ്ങളെല്ലാം ഉണ്ടാകുന്നത്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ അൻവറിൻ്റെ രാഷ്ട്രീയ ജീവിതത്തിൽ ഇപ്പോൾ ലഭിച്ചിരിക്കുന്ന ഈ ഒരു പ്രാധാന്യം, അത് പോലീസിൻ്റെ ഇടപെടൽ, അത് രാഷ്ട്രീയമായിട്ട് ഏറെ മാറ്റങ്ങൾ കൊണ്ടുവരുന്നതാണ് എന്ന് നമുക്ക് പറയേണ്ടി വരും. PV അൻവറിനെ ഇതുവരെ പിന്തുണയ്ക്കാത്തവർക്ക് പോലും പിന്തുണയ്ക്കേണ്ട സാഹചര്യം, ഇതുവരെ അദ്ദേഹത്തെ എതിർത്തുന്നവർ പോലും ആ എതിർപ്പ് മാറ്റിവെക്കുന്ന സാഹചര്യം, അങ്ങനെ പ്രതിസന്ധികളിൽ ഈ രാഷ്ട്രീയമായിട്ട് ഏറെ പ്രതിസന്ധി നേരിടുന്ന സാഹചര്യത്തിൽ അൻവറിന് വീണ് കിട്ടിയ ഒരു ആയുധമായിട്ട് ഈ ഒരു അറസ്റ്റും മറ്റ് നടപടികളും മാറുന്നുണ്ട് എന്നുള്ളതൊരു വസ്തുത തന്നെയാണ്. പോലീസിൻ്റെ തിടുക്കപ്പെട്ടുള്ള ഈ നടപടി അത് ഇടതുപക്ഷത്തിൻ്റെ രാഷ്ട്രീയമായിട്ട് എത്രമാത്രം കുരുക്ക് നൽകുന്നതാകും, തിരിച്ചടി നൽകുന്നതാകും ഇനിയുള്ള ദിവസങ്ങളിൽ നിന്നും കണ്ടറിയേണ്ടി വരും. കാരണം ഇടതുപക്ഷം എഴുതിത്തള്ളിയ ഒന്നും ഇടതുപക്ഷത്തിന് ഭീഷണിയാകില്ല എന്ന് വിചാരിച്ച ഇടതുപക്ഷത്തിൻ്റെ തന്നെ മുൻ MLA ആയ ഇപ്പോഴും സ്വതന്ത്ര MLA നിലനിൽക്കുന്ന PV അൻവർ ഇടതുപക്ഷത്തിനെതിരെ മൂർച്ചയുള്ള ഒരു ആയുധമായിട്ട് ഇനി മാറും പ്രതിപക്ഷത്തിൻ്റെ കൈകളിൽ എന്നതാണ് വസ്തുത. അതിന് വഴിയൊരുക്കിയത്, അരങ്ങൊരുക്കിയത് ഈ പോലീസിൻ്റെ തിടുക്കത്തിലുള്ള ഈ നടപടി തന്നെയാണെന്നും പറയേണ്ടി വരും. ടോം. വ്യക്തമാണ്. മലപ്പുറത്തുനിന്ന് CV അനുമോദാണ് വിവരങ്ങൾ നൽകിയത്. സ്പോട്ട് ലൈവിന് പരിശോധിക്കുന്നത് മറ്റൊരു വിഷയമാണ്. ആലപ്പുഴയിൽ മുഖംമൂടി ആക്രമണത്തിന് ഇരയായ വീട്ടമ്മ ജീവനൊടുക്കി. കാട്ടൂർ പുത്തമ്പുരയ്ക്കൽ വീട്ടിൽ തങ്കമ്മയാണ് തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. 2-ാം തീയതി പകൽ വീട്ടിൽ കയറിയ അജ്ഞാതൻ വീട്ടമ്മയെ അടിച്ച് ബോധം കെട്ടിയിട്ട് എന്നായിരുന്നു പരാതി. ഈ സമയം തങ്കമ്മ മാത്രമേ വീട്ടിലുണ്ടായിരുന്നുള്ളൂ. ആക്രമിയെ ഇതുവരെയും കണ്ടെത്താൻ പോലീസിന് സാധിച്ചിട്ടുമില്ല. മണ്ണഞ്ചേരി പോലീസ് അന്വേഷണം നടത്തുന്നതിനിടെയാണ് വീട്ടമ്മ ജീവനൊടുക്കിയത്. വിശദാംശങ്ങളുമായി ആലപ്പുഴയിൽ നിന്ന് ശരണ്യ സ്നേഹജൻ ചേരുന്നു. ശരണ്യ, അവിശ്വസനീയമായൊരു കഥയായിരുന്നു ഇത്തരം ഒരു സംഭവം. ഒരു വീട്ടിൽ അജ്ഞാതം കയറി അവരെ കെട്ടിയിട്ടു എന്ന രീതിയിലുള്ള
വാർത്തകൾ പുറത്തു വരുന്നു. പോലീസിൽ പരാതി നൽകുന്നു. പോലീസ് അന്വേഷണം നടത്തുന്നതിനിടെ ആ പരാതിക്കാരിയായ വീട്ടമ്മ ജീവനെടുക്കുന്നു. എന്താണ് ഈ സംഭവത്തിൻ്റെ ഒരു നിജസ്ഥിതി? എന്താ ഈ വീട്ടമ്മയുടെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ടെങ്കിലും ആത്മഹത്യക്കുറിപ്പോ മറ്റെവിടെയൊന്നും കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ടോ? അത്തരത്തിലൊന്നും കണ്ടെത്തിയിട്ടില്ല ടോം. ഇത് കഴിഞ്ഞ 2-ാം തീയതിയാണ് ഈ സംഭവം ഉണ്ടായത്. കഴിഞ്ഞ 2-ാം തീയതി കാട്ടൂർ സ്വദേശിയായ തങ്കമ്മ എന്ന വീട്ടമ്മ, അവർക്ക് 55 വയസ്സാണ്. ഇവരുടെ ഒരു പരാതിയാണ് മണ്ണഞ്ചേരി പോലീസിന് ലഭിക്കുന്നത്. അതായത് മകനാണ് പരാതി നൽകുന്നത്. താൻ വീട്ടിലെത്തിയപ്പോൾ അമ്മയെ കൈയും കാലും കെട്ടിയിട്ട നിലയിൽ ബോധരഹിതയായി കണ്ടു എന്ന് ചൂണ്ടിക്കാട്ടിയാണ് പരാതി നൽകിയിട്ടുള്ളത്. പക്ഷേ ഈ കേസിൽ ആദ്യഘട്ടം മുതൽ തന്നെ ദുരൂഹതയുണ്ട് എന്നുള്ളതാണ് മണ്ണഞ്ചേരി പോലീസ് വ്യക്തമാക്കുന്നത്. അതായത് ഈ കൈകാലുകൾ കെട്ടിയ നിലയിലാണ് തങ്കമ്മ ഉണ്ടായിരുന്നതെങ്കിൽ പോലും ഈ പ്രതിയെ സംബന്ധിച്ച കൂടുതൽ വിശദാംശങ്ങളൊന്നും തന്നെ നൽകിയിരുന്നില്ല എന്നുള്ളതാണ്. അതായത് മുഖംമൂടി ധരിച്ച ഒരാൾ എന്നതിനപ്പുറത്തേക്ക് മറ്റ് വിശദാംശങ്ങളൊന്നും ആക്രമിക്കപ്പെട്ടു എന്ന് പറയുന്ന ആൾ നൽകാൻ തയ്യാറായിരുന്നില്ല എന്നാണ് പോലീസ് പറയുന്നത്. ഒപ്പം തന്നെ ഇവരുടെ ശരീരത്തിൽ 2 ഒരഞ്ഞ പാടുകൾ ഉണ്ടായിരുന്നു. ഒരസിയ 2 പാടുകൾ നെറ്റിയിലും ശരീരത്തിലുമായി ഉണ്ടായിരുന്നു എന്നുള്ളത് പോലീസ് വ്യക്തമാക്കുന്നു. പക്ഷേ മറ്റ് മോഷണ ശ്രമവും അങ്ങനെ ഒന്നും ആ വീട്ടിൽ നടന്നിട്ടുണ്ടായിരുന്നില്ല. തൊട്ടടുത്ത മുറിയിൽ 4000 രൂപയും ഒപ്പം തന്നെ വിലപിടിപ്പുള്ള വാച്ചും ഒക്കെ ഉണ്ടായിരുന്നു. എന്നാൽ അത്തരം സാധനങ്ങളൊന്നും തന്നെ മോഷണം പോയിട്ടില്ല എന്നുള്ളതാണ്. ലൈംഗിക അതിക്രമം അടക്കമുള്ള കാര്യങ്ങൾക്ക് ഉള്ള പരിശോധനയ്ക്ക് അത്തരം കാര്യങ്ങളിലെ പരിശോധനയ്ക്കും വിധേയമാകാനായി തയ്യാറായിരുന്നു. പക്ഷെ സ്ത്രീത്വത്തെ അപമാനിച്ചതടക്കമുള്ള വകുപ്പ് ചൂണ്ടിക്കാട്ടിയാണ് വീട് കയറി ആക്രമണം തുടങ്ങിയ വകുപ്പുകൾ വെച്ചാണ് പോലീസ് കേസെടുത്തത്. മഫ്ലർ ധരിച്ച ഒരാളാണ് വീട്ടിലെത്തിയത് എന്നുള്ളതാണ് ഈ വീട്ടമ്മ വിവരം നൽകിയത്. മറ്റൊന്നും ഓർമ്മയില്ല എന്നുള്ള രീതിയിലാണ് ഇവർ പറയുകയും ചെയ്തിട്ടുള്ളത്. പോലീസ് പറയുന്നത് കൈ മുന്നിലേക്ക് വെച്ച് കൈ കെട്ടിയിട്ടുണ്ടായിരുന്നു. ഒപ്പം ഈ കാലിൽ തോർത്ത് ചുറ്റിയ നിലയിലായിരുന്നു എന്നുള്ളതാണ്. അത്തരത്തിൽ മുന്നിൽ നിന്ന് ഒരാൾ ആക്രമിച്ചിട്ടും ആ ഒരു രീതിയിൽ ആളെ സംബന്ധിച്ച് അല്ലെങ്കിൽ അയാളുടെ ശരീരഘടനയെ സംബന്ധിച്ചൊന്നും ഒരു വിശദാംശങ്ങളും പോലീസിന് ചോദ്യം ചെയ്യലിൽ ലഭ്യമായിരുന്നില്ല എന്നാണ് അന്വേഷണ സംഘം വ്യക്തമാക്കിയിരുന്നത്. പിന്നീട് ഈ കേസിനകത്ത് അന്വേഷണം നടക്കുന്നതിനിടയിലാണ് ഇന്നിപ്പോൾ കാട്ടൂരിലെ വീടിന്റെ ചായ്പിൽ രാവിലെ ഇവരെ മരിച്ച നിലയിൽ കണ്ടത്. മകൻ ജോലിക്ക് പോയിരുന്നു, ഭർത്താവ് വീടിനകത്ത് ഉറങ്ങിക്കിടക്കുകയായിരുന്നു എന്നാണ് ഇപ്പോൾ നമുക്ക് പോലീസിൽ നിന്ന് ലഭിക്കുന്ന വിവരം. എന്തായാലും ഒരു ദുരൂഹത നിറഞ്ഞ കേസാണ്. എന്താണ് സംഭവിച്ചത്, ഈ മുഖംമൂടി ആക്രമണത്തിന് പിന്നിലുള്ള ലക്ഷ്യം എന്തായിരുന്നു എന്നുള്ളത് അടക്കമുള്ള കാര്യങ്ങൾ കണ്ടെത്താൻ പോലീസിന് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. അത്തരത്തിൽ ഒരു ദുരൂഹത നിലനിൽക്കുന്നതിനിടയിലാണ് തീർച്ചയായും അത് പോലീസ് ഈ പരാതിക്ക് പിന്നാലെ ഈ വീട്ടമ്മയുടെ മൊഴി എടുത്തിരുന്നോ? ഈ രീതിയിൽ കെട്ടിയിട്ട് ആക്രമിക്കുകയായിരുന്നോ, അതല്ലെങ്കിൽ ഒരു കവർച്ചാ ശ്രമമായിരുന്നോ ലക്ഷ്യം? ഈ പ്രതിയെക്കുറിച്ചുള്ള പോലീസിന്റെ അന്വേഷണത്തിൽ എന്തെങ്കിലും സൂചനകൾ ലഭ്യമായിട്ടുണ്ടോ ശരണ്യ? ടോമെ, അത്തരത്തിൽ ഒരു സൂചനയിൽ ലഭ്യമാകുന്ന രീതിയിൽ ഉള്ള വിവരങ്ങൾ പോലീസിന് ഇവരുടെ മൊഴി രേഖപ്പെടുത്തിയത് കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് മനസ്സിലാവുന്നത്. കാരണം പല ചോദ്യങ്ങളിലും പോലീസിന് മുന്നിൽ ഉണ്ടായിരുന്നു. അതായത് ഇവരുടെ കൈ മുൻവശത്തേക്ക് ചേർത്താണ് കെട്ടിയിരുന്നത്, ശരീരത്തിന്റെ മുൻഭാഗത്തേക്ക് ചേർത്താണ് കെട്ടിയിരുന്നത്. അപ്പോൾ ഈ കൈ അഴിക്കാവുന്ന രീതിയിലുള്ള ആയിരുന്നു ആ കെട്ടെന്നാണ് അന്വേഷണ സംഘം പറയുന്നത്. അപ്പൊ കാല് കെട്ടിയിരുന്നില്ല, കാല് തുണി വെച്ച് ചുറ്റിയിരിക്കുക മാത്രമാണ് ചെയ്തിരുന്നത്. വായിൽ തുണി തിരുകിയിട്ടുണ്ടായിരുന്നു. അത് വേണമെങ്കിൽ എടുത്ത് കളയാവുന്ന രീതിയിൽ കൈ ലൂസായിരുന്നു എന്നുള്ളതാണ് പോലീസ് വ്യക്തമാക്കുന്നത്. അത്തരം കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ട് വേറെ ഏതെങ്കിലും രീതിയിൽ ഒരു വഴിതിരിച്ചു വിടാനുള്ള ശ്രമം ഉണ്ടോ എന്നൊക്കെ ഉള്ള സംശയം അന്വേഷണ സംഘത്തിന് ഉണ്ടായിരുന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അത് മാത്രമല്ല, ഈ ചോദ്യം ചെയ്യലിന്റെ ഘട്ടത്തിൽ മഫ്ലർ ധരിച്ച ഒരാൾ എന്നതിനപ്പുറത്തേക്ക് ഉയരമുള്ള ആളാണോ അല്ലെങ്കിൽ ശരീരഘടന, അത്തരത്തിൽ ആക്രമിച്ചു എന്ന് പറയുന്ന, അല്ലെങ്കിൽ എന്തായാലും ഒരാളുടെ കൈ കെട്ടണം, കാല് കെട്ടണമെങ്കിൽ കാല് അത്രയും ഒരു സമയം ഒരാൾ മുന്നിൽ നിൽക്കുമല്ലോ. അത്തരത്തിൽ ആ നിൽക്കുന്ന സമയത്ത് നമ്മൾ ഒരാളെ കാണുന്ന രീതിയിൽ പങ്കുവെക്കപ്പെടുന്ന വിവരങ്ങൾ പോലും പങ്കുവച്ചിരുന്നില്ല എന്നുള്ളതാണ് പോലീസ് പറയുന്നത്. അതുകൊണ്ട് തന്നെ അവർ ഈ കേസിൽ ഇത്തരത്തിലൊരു മുഖംമൂടി സംബന്ധിച്ച് അന്വേഷണം നടത്തിയെങ്കിലും പോലീസിന് വലുതായി ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല. മാത്രമല്ല പല സമയങ്ങളിൽ നിസ്സഹകരണം ഉണ്ടായിരുന്നു എന്നുള്ളതാണ് അന്വേഷണ സംഘം വ്യക്തമാക്കുന്നത്. എന്തായാലും ഈ ഒരു മരണത്തിലേക്ക് കൂടി എത്തിയതോടുകൂടി കൂടുതൽ ദുരൂഹത ഈ കേസിനകത്ത് വരുവാണ്. അതുകൊണ്ട് തന്നെ അന്വേഷണ സംഘം അത്തരത്തിൽ ആ ദുരൂഹതകൾ നീക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ശ്രമത്തിലാണ് ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അവിടെ ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തീകരിച്ചു. തീർച്ചയായും ആലപ്പുഴയിൽ നിന്ന് ശരണ്യ സ്നേഹജനാണ് വിവരങ്ങൾ നൽകിയത്. വീട്ടമ്മ ആത്മഹത്യ ചെയ്തതുമായി ബന്ധപ്പെട്ട കേസിൽ പല ദുരൂഹതകളുമുണ്ട്. അവരെ കെട്ടിയിട്ടു, അത് അജ്ഞാതൻ വീട്ടിൽ കെട്ടിയിട്ടു
എന്നൊരു പരാതിക്ക് പിന്നാലെയായിരുന്നു വീട്ടമ്മ ജീവനൊടുക്കിയത്. സംഭവത്തെക്കുറിച്ച് പോലീസ് വിശദമായി അന്വേഷിക്കുകയാണ്. തിരുവനന്തപുരം കരകുളം PA അസീസ് എഞ്ചിനീയറിംഗ് കോളേജിൽ കത്തിക്കരിഞ്ഞ മൃതദേഹാവശിഷ്ടങ്ങൾ കണ്ടെത്തിയ സംഭവത്തിൽ നിർണായക CCTV ദൃശ്യങ്ങൾ പുറത്ത്. കോളേജ് ഉടമ EM താഹ 30 ലിറ്റർ ഡീസൽ വാങ്ങി മടങ്ങുന്ന ദൃശ്യങ്ങളാണ് ന്യൂസ് 18 ലഭിച്ചത്. താഹയ്ക്ക് 20 കോടി രൂപയുടെ ബാധ്യത ഉണ്ടായിരുന്നതായി കുടുംബാംഗങ്ങളുടെ മൊഴിയുണ്ട്. കണ്ടെത്തിയ മൃതദേഹാവശിഷ്ടങ്ങൾ താഹയുടെ തന്നെ ഉറപ്പിക്കാൻ DNA പരിശോധനാ ഫലത്തിനായി കാത്തിരിക്കുകയാണ് നെടുമങ്ങാട് പോലീസ്. വിശദാംശങ്ങളുമായി ഡാൻ കുര്യൻ ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്ന്. ഡാൻ, കഴിഞ്ഞ ദിവസം ഏറെ ഞെട്ടലുളവാക്കിയ ഒരു കേസായിരുന്നു, വാർത്തയായിരുന്നു തിരുവനന്തപുരത്തെ എഞ്ചിനീയറിംഗ് കോളേജിലെ ഒരു കത്തിക്കരിഞ്ഞ മൃതദേഹം കണ്ടെത്തിയ സംഭവം. ഇത് ഈ കോളേജ് ഉടമ EM താഹയാണെന്ന് സൂചിപ്പിക്കുന്ന രീതിയിലുള്ള വിവരങ്ങളാണോ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്? കഴിഞ്ഞ 31 രാവിലെ ആയിരുന്നു ഈ കരകുളത്ത് നേരത്തെ സൂചിപ്പിച്ച BA അസീസ് എഞ്ചിനീയറിംഗ് കോളേജിൽ ദുരൂഹ സാഹചര്യത്തിൽ കത്തിക്കരിഞ്ഞ മൃതദേഹ ഭാഗങ്ങൾ കണ്ടെത്തിയത്. പക്ഷെ അത് ആരുടേതാണ് എന്ന് ഉറപ്പിക്കാൻ കഴിയാത്ത തരത്തിൽ അത്രമാത്രം അസ്ഥികൾ വരെ ഉരുകിയ അവസ്ഥയിലായിരുന്നു പോലീസ് ഇവിടുന്ന് ഈ മൃതദേഹാവശിഷ്ടങ്ങൾ കണ്ടെത്തുന്ന സമയത്തെ സാഹചര്യം. പിന്നീട് വിശദമായ പരിശോധന നടത്തി. അതിനിടയിൽ കോളേജ് ഉടമയെ കാണാതായി എന്ന വിവരം പോലീസിൽ ലഭിക്കുന്നു. പിന്നീട് അദ്ദേഹവുമായി ബന്ധപ്പെട്ട സാമ്പത്തിക ഇടപാടുകൾ, വസ്തു ഇടപാടുകളൊക്കെ പരിശോധനയ്ക്ക് വിധേയമാക്കിയിരുന്നു. അതിനിടയിലാണ് ഇന്ന് വഴിയിലേക്കടുത്തുള്ള ഒരു പെട്രോൾ പമ്പിൽ നിന്ന് 30 ലിറ്റർ ഡീസൽ വാങ്ങി ഈ മൃതദേഹാവശിഷ്ടങ്ങൾ കണ്ടെത്തുന്നതിന് 2 ദിവസം മുമ്പ് അവിടെ നിന്ന് അദ്ദേഹം സ്വന്തം വാഹനത്തിൽ മടങ്ങുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നിരിക്കുന്നത്. പോലീസ് ഈ ദൃശ്യങ്ങൾ വീണ്ടെടുത്തിരിക്കുകയാണ്. അതുമായി ബന്ധപ്പെട്ട വിശദമായ അന്വേഷണമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആത്മഹത്യ തന്നെയാണ് സംഭവിച്ചത് എന്ന് ഉറപ്പിക്കാവുന്ന തരത്തിലുള്ള തെളിവുകളാണ് ഇപ്പോൾ പോലീസിന് ലഭിച്ചിരിക്കുന്നത്. പക്ഷേ മറ്റ് സാധ്യതകൾ കൂടി തേടി വിശദമായ അന്വേഷണം തന്നെയായിരുന്നു പോലീസ് നടത്തിക്കൊണ്ടിരുന്നത്. ഒരു കാര്യം ഉറപ്പാണ്, 20 കോടി രൂപയുടെ സാമ്പത്തിക ബാധ്യത ഇദ്ദേഹത്തിന് ഉണ്ടായിരുന്നുവെന്ന് വ്യക്തമാക്കുന്ന തെളിവുകളാണ് പോലീസിന് ഇതിനോടകം ലഭിച്ചിരിക്കുന്നത്. കുടുംബാംഗങ്ങളിൽ നിന്നും അത്തരത്തിലുള്ള മൊഴി പോലീസിന് ലഭിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ഭാര്യയടക്കം EM താഹയുടെ ഭാര്യയും മക്കളെയും അടക്കം വിശദമായി പോലീസ് മൊഴിയെടുത്തിരുന്നു. 5 മണിക്കൂർ നീണ്ട മൊഴിയെടുക്കലിനിടയിൽ പോലീസിനോട് അവർ പറയുന്നത് 7 മാസമായി ഈ കോളേജ് ക്യാമ്പസിൽ തന്നെയായിരുന്നു അദ്ദേഹം അന്തി ഉറങ്ങിയിരുന്നത്. സാമ്പത്തികമായ ബാധ്യതകൾ കാരണം കുടുംബത്തിൽ ചില അസ്വാരസ്യങ്ങൾ നിലനിന്നിരുന്നു. അതിനിടയിൽ ഈ സാമ്പത്തികമായി ഉണ്ടായ വലിയ പ്രതിസന്ധിയിൽ നിന്ന് കരകയറാൻ ചില നീക്കങ്ങൾ നടത്തിയെങ്കിലും അതൊന്നും ഫലം കാണുന്ന സാഹചര്യം ഉണ്ടായില്ല. അതോടെയാണ് അദ്ദേഹത്തിന്റെ മാനസികമായി വലിയ സമ്മർദ്ദത്തിലാകുന്ന പശ്ചാത്തലം ഉണ്ടായ ഒരു സാഹചര്യത്തിലേക്ക് നയിച്ചത്. കഴിഞ്ഞ 26-ാം തീയതിയാണ് അവസാനമായി ഇദ്ദേഹം വീട്ടിലെത്തിയത്. പേയാടിനടുത്താണ് അദ്ദേഹം താമസിച്ചിരുന്നത്. ആ വീട്ടിൽ 26-ാം തീയതിയാണ് അവസാനമായി എത്തിയത്. പിന്നീട് കഴിഞ്ഞ 31-ാം തീയതി പുലർച്ചെ 1:30-ക്ക് ഭാര്യയുടെ മൊബൈൽ ഫോണിലേക്ക് EM താഹ ഫോണിൽ വിളിച്ച് 8 സെക്കൻഡ് നേരം ഫോണിൽ സംസാരിക്കാൻ ശ്രമിച്ചു. പെട്ടെന്ന് ഫോൺ കട്ടായി പോയി. തിരികെ അദ്ദേഹത്തെ കുടുംബാംഗങ്ങൾ വിളിക്കാൻ ശ്രമിച്ചിട്ടും ആവർത്തിച്ചിട്ട് വിളിച്ചിട്ടും ഫോൺ എടുക്കുന്നുണ്ടായിരുന്നില്ല. പിറ്റേന്ന് രാവിലെ 8 മണിക്കാണ് കോളേജിലെ സെക്യൂരിറ്റി ജീവനക്കാരൻ കത്തിക്കരിഞ്ഞ നിലയിൽ ഈ മൃതദേഹാവശിഷ്ടങ്ങൾ കോളേജ് ക്യാമ്പസിന്റെ സമീപത്തെ ഒരു ആടൊഴിഞ്ഞ കെട്ടിടത്തിൽ നിന്ന് കണ്ടെത്തിയത്. പിന്നീട് പോലീസിന്റെ വിശദമായ അന്വേഷണം നെടുമങ്ങാട് സർക്കിൾ ഇൻസ്പെക്ടറുടെ നേതൃത്വത്തിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. എന്തായാലും ഇത് EM താഹ തന്നെയാണ്. EM താഹ തന്നെയാണോ എന്ന് ഉറപ്പിക്കുന്നതിന് വേണ്ടി പോലീസിന്റെ ഇത് DNA പരിശോധനാ ഫലം ലഭിക്കാതെ പോലീസിന് ഇത് മരിച്ചത് താഹയെന്ന് ഉറപ്പിക്കാൻ കഴിയില്ല. കാരണം നമ്മൾ നിലവിൽ നോക്കുമ്പോൾ തെളിവുകൾ ഉണ്ട്. അദ്ദേഹം ഡീസൽ വാങ്ങിയതിൻ്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. അന്ന് മരിച്ച സ്ഥലത്ത് അതിന് തൊട്ട് സമീപത്തു നിന്നും താഹയുടെ കാർ കണ്ടെത്തിയിരുന്നു. കടബാധ്യത ഉണ്ടായിരുന്നു എന്ന് പറയുന്നു. പക്ഷേ ഈ DNA പരിശോധനാ ഫലം ലഭിച്ച ശേഷം മാത്രമായിരിക്കുമോ പോലീസ് മരിച്ചത് താഹയെന്ന് പോലീസിന് ഉറപ്പിച്ച് പറയാൻ കഴിയൂ? ഔദ്യോഗികമായ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കുമ്പോൾ നിയമപരമായി മറ്റ് തെളിവുകളൊന്നും അവശേഷിക്കാതിരിക്കെ അത് താഹ തന്നെയാണെന്ന് ഉറപ്പിക്കണമെന്നുണ്ടെങ്കിൽ ആ DNA പരിശോധനയിലൂടെ അതിന്റെ ഫലം പുറത്തു വരേണ്ടത് പോലീസിന് മുമ്പിൽ അനിവാര്യതയാണ്. അതുകൊണ്ട് തന്നെയാണ് ആ ഫലം വരുന്നതിന് വേണ്ടി ഈ DNA പരിശോധനയ്ക്ക് വേണ്ടി ഈ സാമ്പിളുകളടക്കം, അതായത് താഹയുടെ മകന്റെയും സഹോദരന്റെയും അടക്കം സാമ്പിളുകൾ ശേഖരിക്കുകയും അത് വിശദമായ പരിശോധനയ്ക്ക് വേണ്ടി ഫോറൻസിക് ലാബിലേക്ക് അയക്കുകയും ചെയ്തത്. ആ പരിശോധനാ ഫലം വൈകാതെ തന്നെ ലഭിക്കും. ഒരാഴ്ചക്കകത്ത് ആ ഫലം ലഭിക്കുമെന്നാണ് അറിയുന്നത്. അങ്ങനെയാണെങ്കിൽ ഔദ്യോഗികമായി പോലീസ് അക്കാര്യത്തിൽ ഒരു സ്ഥിരീകരണം നടത്തും. പിന്നീട് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന ഈ ദൃശ്യങ്ങൾ തന്നെയായിരിക്കും ഇതിൽ നിർണായകമായി മാറാൻ പോകുന്നത്. നേരത്തെയും ഇതേ പമ്പിൽ നിന്ന് അദ്ദേഹം ഡീസൽ വാങ്ങാറുണ്ടായിരുന്നു. ഈ പ്രവർത്തനം ഈ എഞ്ചിനീയറിംഗ് കോളേജിന്റെ
ആവശ്യങ്ങളുമായി ബന്ധപ്പെട്ട്. അതിനപ്പുറത്തേക്ക് ഇത്രയും ഒരു വലിയ എമൗണ്ട്, അതായത് 30 ലിറ്ററോളം ഡീസൽ 2 ക്യാൻവാസുകളിലായി വാങ്ങിക്കൊണ്ട് പോയത് എന്തിനു വേണ്ടിയിട്ടാണ് എന്നുള്ള കാര്യത്തിൽ അതുകൊണ്ട് അവർക്ക് അസ്വാഭാവികത തോന്നിയിരുന്നില്ല. പക്ഷേ 2 ദിവസത്തിനപ്പുറം അദ്ദേഹത്തെ കാണാതാവുകയും ഇങ്ങനെ ദുരൂഹമായ സാഹചര്യത്തിൽ അവിടെ മൃതദേഹ ഭാഗങ്ങൾ കത്തിക്കരിഞ്ഞ നിലയിൽ കണ്ടെത്തുകയും ചെയ്തതോടെയാണത് ദാഹ തന്നെയാണ് എന്ന സാഹചര്യ തെളിവുകൾ അത് അങ്ങനെ ഒരു നിഗമനത്തിലേക്ക് പോലീസിനെ നയിച്ചത്. അതിനിടയിലാണ് ഇപ്പോൾ ഈ CCTV ദൃശ്യങ്ങൾ കൂടി പുറത്തു വന്നിരിക്കുന്നത്. വ്യക്തമാണ്. ഡാൻ കുര്യനാണ് തിരുവനന്തപുരത്ത് നിന്നും വിവരങ്ങൾ നൽകിയത്. തിരുവനന്തപുരത്തെ എഞ്ചിനീയറിംഗ് കോളേജിൽ കത്തിക്കരിഞ്ഞ മൃതദേഹം കണ്ടെത്തിയ കേസുമായി ബന്ധപ്പെട്ടാണ് ചില നിർണായക ദൃശ്യങ്ങൾ ന്യൂസ് 8-ന് ലഭിച്ചിരിക്കുന്നത്. നവീൻ ബാബുവിന്റെ മരണത്തിൽ CBI അന്വേഷണമില്ല. CBI അന്വേഷിക്കണമെന്ന ഹർജി ഹൈക്കോടതി തീർപ്പാക്കി. നിലവിലെ അന്വേഷണം തുടരട്ടെ എന്നാണ് ഹൈക്കോടതിയുടെ ഉത്തരവ്. അന്വേഷണ മേൽനോട്ടത്തിന് കണ്ണൂർ DIGയെ കോടതി ചുമതലപ്പെടുത്തി. DIGയുടെ അനുമതിയോടെ മാത്രമേ കുറ്റപത്രം സമർപ്പിക്കാവൂ എന്ന് കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട്. വിധിക്കെതിരെ അപ്പീൽ പോകുമെന്നാണ് ഭാര്യ മഞ്ജുഷിയുടെ നിലപാട്. അതായിരുന്നു കോടതി ഇന്ന് അനുവദിച്ചിട്ടില്ല. അതിൽ ഞങ്ങൾ സാറ്റിസ്ഫൈഡ് അല്ല. മറ്റ് കുറച്ച് നിർദ്ദേശങ്ങൾ കോടതി വെച്ചിട്ടുണ്ട്. അതിലൊന്നെന്ന് പറയുന്നത് DIG മോണിറ്റർ ചെയ്യണം ഈ അന്വേഷണം, പിന്നെ പീരിയോഡിക്കലായിട്ട് ഇംപ്രൂവ്മെന്റ്സ് അറിയിക്കണം. ഇങ്ങനെ നിർദ്ദേശങ്ങളാണ് വെച്ചിരിക്കുന്നത്. കൂടുതൽ കാരണങ്ങളെങ്കിൽ വിധി വന്ന ശേഷമേ പറയാൻ പറ്റത്തുള്ളൂ. പൂർണ്ണമായ വിധിയുടെ കോപ്പി വേണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അല്ല, ഞങ്ങൾക്ക് CBI അന്വേഷണമാണ് ഞങ്ങൾക്ക് ആവശ്യം. ഞങ്ങൾ തീർച്ചയായിട്ടും ഡിവിഷൻ ബെഞ്ചിലോ സുപ്രീം കോടതിയിലോ പോകാൻ തയ്യാറാവും. തുടർ നടപടിയിലേക്ക് തന്നെ നീങ്ങാനാണ് ഉദ്ദേശിക്കുന്നത്. കോടതി കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ടായിരുന്നു കോടതിക്ക് കൂടി ബോധ്യപ്പെടണം, കേസ് പേരടക്കം പരിശോധിച്ച ശേഷം തീരുമാനം പറഞ്ഞിരുന്നു. അതെ, എല്ലാം വിശദമായി വിധിയുടെ പകർപ്പെടുമ്പോഴേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. കാര്യങ്ങളെല്ലാം ഹൈക്കോടതി ബോധിപ്പിക്കാൻ കഴിഞ്ഞു. അല്ല, നമ്മൾ നന്നായി തന്നെ അവതരിപ്പിച്ചിട്ടുണ്ട്. നമുക്ക് പറയാനുള്ളതെല്ലാം ഹൈലൈറ്റ് ചെയ്ത് തന്നെ നമ്മുടെ ഡക്കറ്റ് അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇനി വിധി പഠിച്ച ശേഷം ഞങ്ങൾ തീരുമാനിക്കുന്നതായിരിക്കും. ഇപ്പോൾ ഒരു മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥന്റെ മേൽനോട്ടം കൂടി വേണമെന്നാണ് ഹൈക്കോടതി പറഞ്ഞത്. അതിൽ നിങ്ങൾ തൃപ്തരാണോ? അല്ല, ആ അന്വേഷണം നടക്കുന്ന അവരുടെ നിർദ്ദേശമാണ്. ഞങ്ങൾ തൃപ്തി ഞങ്ങൾ ഇപ്പോൾ അറിയിക്കുന്നില്ല. കാരണം വിധി പഠിച്ച ശേഷം ഞങ്ങൾ തീർച്ചയായിട്ടും അപ്പീൽ തന്നെ പോവും. അപ്പലേറ്റ് കോടതിയെ സമീപിക്കുന്നതായിരിക്കും. ഉടൻ തന്നെ നീക്കമുണ്ടാകുമോ? തീർച്ചയായിട്ടും ഉണ്ടാവും. സംതൃപ്തമല്ല. അതൊരു ഞാൻ പ്രതീക്ഷിക്കാത്ത വിധിയായിപ്പോയി. അപ്പീൽ കൊള്ളാൻ തന്നെ തീരുമാനം. മുമ്പോട്ട് പോകാനുള്ള പ്രൊവിഷനുണ്ട്. അപ്പീലുമായിട്ട് മുമ്പോട്ട് പോകും. പിന്മാറാൻ എന്തായാലും ഉദ്ദേശിക്കുന്നില്ല. ഏതറ്റം വരെയും മുമ്പോട്ട് പോകാൻ തന്നെ ഉദ്ദേശിക്കുന്നു. ഹൈക്കോടതി പരിഗണിച്ചില്ല. അതാണല്ലോ ഉത്തരവ് വന്നിരിക്കുന്ന ഹൈക്കോടതി കൃത്യമായിട്ട് പരിഗണിക്കാത്തതുകൊണ്ടാണല്ലോ ഇങ്ങനെ ഒരു ഉത്തരവ് വന്നത്. ഇനി ഞങ്ങൾ അപ്പീലുമായിട്ട് മുമ്പോട്ട് പോകും. അതായത് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന്റെ അന്വേഷണത്തിൽ ഒരു തൃപ്തിയുമില്ല, അത് തുടരുന്നതിൽ അർത്ഥമില്ല എന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് ഹൈക്കോടതിയിൽ അപ്പീൽ സമർപ്പിച്ചത്. ഹർജിയിൽ മേഡം ഉന്നയിച്ച ആവശ്യം കോടതി തള്ളുമ്പോൾ തന്നെ ഒരു മേൽനോട്ടത്തിന് റേഞ്ച് DIG ചുമതലപ്പെടുത്തുന്നുണ്ട്. അത് ആശ്വാസകരമല്ല, തൃപ്തികരമല്ല എന്നുള്ളതാണല്ലേ? തൃപ്തികരമല്ല. കൊച്ചിയിൽ നിന്ന് ആജ്ഞ രവീന്ദ്രൻ ചേരുന്നുണ്ട്. ആജ്ഞ, കുടുംബത്തിന്റെ പ്രധാനമായിട്ടുള്ള ആക്ഷേപം ഇതായിരുന്നു, ഈ കേസ് അട്ടിമറിക്കാനുള്ള പല ശ്രമങ്ങളും ഉണ്ടാകുന്നു. അതുകൊണ്ട് തന്നെ ഈ കേരളത്തിലെ ഏതെങ്കിലും അന്വേഷണ ഏജൻസികൾ ഈ കേസ് അന്വേഷിച്ചു കഴിഞ്ഞാൽ, നവീൻ ബാബുവിന്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട കേസ് അന്വേഷിച്ചു കഴിഞ്ഞാൽ തങ്ങൾക്ക് നീതി ലഭിക്കില്ല, CBI അന്വേഷിക്കണമെന്ന്. എന്നാൽ കുടുംബത്തെ സംബന്ധിച്ച് ഏറെ നിരാശപ്പെടുത്തുന്ന വിധിയാണ് ഹൈക്കോടതിയിൽ നിന്നും ഉണ്ടായിരിക്കുന്നത്. ഈ വിധിയുടെ പൂർണ്ണമായിട്ടുള്ള വിശദാംശങ്ങൾ എന്തൊക്കെയാണ് ആജ്ഞ? ടോം, ഇതുമായി ബന്ധപ്പെട്ട് നേരത്തെ തന്നെ ഹൈക്കോടതി എന്തുകൊണ്ടാണ് പോലീസ് അന്വേഷണം വേണ്ട, സംസ്ഥാന പോലീസ് ഈ കേസ് അന്വേഷിക്കുന്നുണ്ടാകുന്ന സാഹചര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നേരത്തെ തന്നെ കോടതി പരിശോധിച്ചിരുന്നു. അതിനുശേഷമാണ് ജസ്റ്റിസ് കൗസർ എടപ്പക്കത്തിന്റെ വിധിയാണ് ഇപ്പോൾ ഈ കേസിൽ CBI അന്വേഷണം ആവശ്യമില്ല, നിലവിലുള്ള SIT തന്നെ അന്വേഷണം തുടരും. പക്ഷേ കണ്ണൂർ റേഞ്ച് DIGക്കായിരിക്കും അന്വേഷണ ചുമതല. അദ്ദേഹത്തിന്റെ അറിവോടുകൂടി മാത്രമേ ഈ കാര്യത്തിലുള്ള അന്വേഷണ തുടർ നീക്കങ്ങൾ എന്തൊക്കെയായാലും അദ്ദേഹത്തിന്റെ അറിവോടുകൂടി മാത്രമേ ഉള്ളൂ. അന്വേഷണത്തിൽ എന്തു പുരോഗതി ഉണ്ടായാലും അതൊക്കെ കണ്ണൂർ റേഞ്ച് DIG അറിഞ്ഞിരിക്കണം. അദ്ദേഹം അപ്പോൾ തന്നെ
നവീൻ ബാബുവിന്റെ കുടുംബത്തെയും അത് അപ്ഡേറ്റ് ചെയ്യണമെന്ന് തന്നെയാണ് കോടതി പറഞ്ഞിരിക്കുന്നത്. അതേസമയം നവീൻ ബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ നവീൻ ബാബു കെട്ടിത്തൂങ്ങി മരിച്ചു എന്ന് തന്നെയാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള അല്ലെങ്കിൽ ആത്മഹത്യ അല്ലെന്ന് തെളിയിക്കുന്ന ഒരു തരത്തിലുള്ള മുറിവുകളോ മറ്റെന്തെങ്കിലും പിടിവലി നടന്നായിട്ടുള്ള സാഹചര്യങ്ങളോ ഉണ്ടായിട്ടില്ല എന്നുള്ള സത്യവാങ്മൂലമാണ് പോലീസ് കോടതിയിൽ നൽകിയിരിക്കുന്നത്. എന്തായാലും ഇത് സിംഗിൾ ബെഞ്ചിന്റേതാണ് വിധി. അതിനുശേഷം ഇതുമായി ബന്ധപ്പെട്ട കുടുംബം ഇതുമായി യോജിച്ച് മുന്നോട്ട് പോകാൻ തയ്യാറല്ല, അല്ലെങ്കിൽ വിധിയിൽ അങ്ങേയറ്റം നിരാശയാണ് കുടുംബത്തിനുള്ളതെന്ന് നവീൻ ബാബുവിന്റെ ഭാര്യ മഞ്ജുഷയും അതുപോലെ തന്നെ സഹോദരൻ പ്രവീൺ ബാബുവും പ്രതികരിച്ചു കഴിഞ്ഞു. തുടർന്ന് ഇതുമായി ബന്ധപ്പെട്ട ഡിവിഷൻ ബെഞ്ചിനെ സമീപിക്കാൻ അല്ലെങ്കിൽ അപെക്സ് കോടതിയെ സമീപിക്കാൻ തന്നെയാണ് കുടുംബത്തിന്റെ തീരുമാനമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇതുമായി ബന്ധപ്പെട്ട കേസിൽ ഒന്നാം പ്രതിയായ PP ദിവ്യയുടെ CPM സ്വാധീനം അല്ലെങ്കിൽ പാർട്ടി സ്വാധീനം ഉപയോഗിച്ച് PP ദിവ്യയും കൂട്ടരും ഈ കേസ് അട്ടിമറിക്കാനുള്ള സാഹചര്യം കൂടി കണക്കിലെടുത്തുകൊണ്ട് തന്നെയാണ് കേസ് അന്വേഷണം കേന്ദ്ര ഏജൻസിക്ക് വിടണമെന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ട് തന്നെ മഞ്ജുഷയും അല്ലെങ്കിൽ നവീൻ ബാബുവിന്റെ കുടുംബം ഹൈക്കോടതിയിൽ ഹർജിയുമായി എത്തിയത്. അതുമാത്രമല്ല, ഇതിൽ പോലീസ് ഇൻക്വസ്റ്റ് ഉൾപ്പെടെ തയ്യാറാക്കിയിട്ടുള്ള കാര്യങ്ങളിലുണ്ടായ ഇത് തമ്മിലുണ്ടായിരുന്ന സംശയങ്ങളൊക്കെ ഈ കേസിലേക്ക് ഈ ഒരു ഉദ്യമത്തിലേക്ക് വഴിതിരിച്ചു വിട്ടു എന്ന് വേണം മനസ്സിലാക്കാൻ. കാരണം ഇത് നവീൻ ബാബുവിൻ്റേത് ആത്മഹത്യ അല്ല കൊലപാതകമാണോ എന്നൊരു സംശയം കൂടി കുടുംബത്തിനുണ്ട്. അക്കാര്യം കോടതി പ്രത്യേകിച്ച് എടുത്തു പറയുകയുണ്ടായി. കൊലപാതകമാണോ എന്നൊരു കുടുംബത്തിന് സംശയം നിലനിൽക്കുമ്പോൾ അത് ആത്മഹത്യയാണോ കൊലപാതകമാണോ എന്നുള്ള കാര്യം ഉറപ്പുവരുത്താൻ അന്വേഷണ സംഘം തയ്യാറാകണം. അക്കാര്യത്തിൽ പരിശോധന കൃത്യമായി ഉണ്ടാകണം എന്നും ഇപ്പോൾ ഈ ഹർജി പരിഗണിക്കുമ്പോൾ കോടതി സൂചിപ്പിക്കുകയുണ്ടായി. എന്തായാലും ഈ ഹർജി തീർപ്പാക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് തന്നെയാണ് കോടതി നീങ്ങിയത്. അതുകൊണ്ട് തന്നെ ഇനി അതിന്റെ അടുത്ത പടിയായി കുടുംബം നീങ്ങുന്നത് ഡിവിഷൻ ബെഞ്ചിനെ സമീപിക്കുക എന്നുള്ള നീക്കത്തിലേക്ക് തന്നെയാണ്. അതായത് ഈ കുടുംബം പറയുന്നതനുസരിച്ച് ഇനി നിയമ പോരാട്ടം തുടരും. സുപ്രീം കോടതിയിൽ ഉടൻ തന്നെ ഈ ഹൈക്കോടതി വിധിക്കെതിരെ സുപ്രീം കോടതിയെ സമീപിക്കാൻ തന്നെയല്ലേ തീരുമാനം? ഇതിലെ ഒരു പടി കൂടിയുണ്ട്. ഡിവിഷൻ ബെഞ്ചിനെ സമീപിക്കാനുള്ള സാഹചര്യം കൂടി ഹൈക്കോടതിയിൽ ഇനിയുമുണ്ട്. കാരണം ഇത് സിംഗിൾ ബെഞ്ചിന്റെ വിധിയാണ് ഇപ്പോൾ ഉള്ളത്. ജസ്റ്റിസ് കൗസർ എടപ്പകമാണ് ഈ വിധി പ്രസ്താവനം നടത്തിയത്. അതുകൊണ്ട് തന്നെ ഇനിയും ഡിവിഷൻ ബെഞ്ച് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിനെ കൂടി സമീപിക്കാനുള്ള സാഹചര്യം ഇവിടെ ഉണ്ട്. ഇതിനു ശേഷമായിരിക്കും ഒരുപക്ഷെ അതിലും തൃപ്തിയില്ല അല്ലെങ്കിൽ ആ വിധിയും ഇവർക്ക് അനുകൂലമായി വന്നില്ലെങ്കിലുള്ള സാഹചര്യത്തിലായിരിക്കാം ഒരുപക്ഷെ സാഹചര്യത്തിലാണ് സുപ്രീം കോടതിയെ സമീപിക്കുക എന്നാണ് മനസ്സിലാക്കാൻ കഴിയും. എന്തായാലും ഡിവിഷൻ വ്യക്തമാണ്. കൊച്ചിയിൽ നിന്ന് ആജ്ഞ രവീന്ദ്രനാണ് വിവരങ്ങൾ നൽകിയത്. നവീൻ ബാബുവിന്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് CBI അന്വേഷണമില്ല, CBI അന്വേഷണം വേണ്ട, നിലവിലുള്ള അന്വേഷണം തുടരട്ടെ എന്നാണ് ഹൈക്കോടതിയുടെ ഉത്തരവ്. ഇതിനെതിരെ നിയമ നടപടി തുടരുമെന്നാണ് നവീൻ ബാബുവിന്റെ കുടുംബം വ്യക്തമാക്കിയിരിക്കുന്നത്. ഇപ്പോൾ വന്നൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ്. ഇനി വയനാട് DCC ട്രഷറർ MN വിജയന്റെ ആത്മഹത്യാക്കുറിപ്പ് പുറത്ത്. കത്തിൽ IC ബാലകൃഷ്ണൻ MLA-യുടെയും DCC പ്രസിഡന്റ് ND അപ്പച്ചന്റെയും പേരുണ്ട്. നിയമനത്തിനായി കോഴ വാങ്ങിയത് KPCC-യുടെ അറിവോടെയാണ്. ഇക്കാര്യം അറിയിച്ച് രാഹുൽ ഗാന്ധിക്കും പ്രിയങ്ക ഗാന്ധിക്കും കത്തയച്ചതായും ആത്മഹത്യാക്കുറിപ്പിലുണ്ട്. വിശദാംശങ്ങളുമായി MS അനീഷ് കുമാർ ചേരുന്നു. അനീഷ്, ആത്മഹത്യാക്കുറിപ്പിന്റെ ഉള്ളടക്കം എന്താണ്? ടോം, കോൺഗ്രസ് രാഷ്ട്രീയത്തെ ഒന്നടങ്കം വെട്ടിലാക്കുന്ന തരത്തിലുള്ള ഒരു ആത്മഹത്യാക്കുറിപ്പാണ് ഇപ്പോൾ പുറത്ത് വന്നിരിക്കുന്നത്. തന്റെ മരണവുമായി ബന്ധപ്പെട്ട് IC ബാലകൃഷ്ണൻ MLA-ക്കും ജില്ലാ കോൺഗ്രസ് അധ്യക്ഷനായ ND അപ്പച്ചനും പങ്കുണ്ട് എന്ന് വ്യക്തമാക്കുന്ന കത്താണ് പുറത്തു വന്നിരിക്കുന്നത്. കത്ത് രാഹുൽ ഗാന്ധിക്കും പ്രിയങ്ക ഗാന്ധിക്കും അയച്ചിട്ടുണ്ട്. ഒപ്പം മരണക്കുറിപ്പ് എന്ന രീതിയിൽ KPCC പ്രസിഡന്റ് K സുധാകരനും കത്തിന്റെ പകർപ്പ് അയച്ചിരിക്കുന്നു. നേരത്തെ തന്നെ ഇത്തരത്തിലൊരു കത്ത് പോസ്റ്റ് ചെയ്തിട്ടാണ് മരിച്ചതെന്ന് ചില വിവരങ്ങൾ പുറത്തു വന്നിരുന്നു. പക്ഷെ അത് കൃത്യമായി മാറിയിരിക്കുന്ന ഒരു കാഴ്ചയാണ് കാണാൻ കഴിയുന്നത്. നേരത്തെ ആരോപിക്കപ്പെട്ടതുപോലെ തന്നെ സുൽത്താൻ ബത്തേരിയിലെ സർവീസ് സഹകരണ ബാങ്കുമായി ബന്ധപ്പെട്ട നിയമന ക്രമക്കേട്, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തന്നെയാണ് തന്നെ ആത്മഹത്യയിലേക്ക് നയിച്ചത്. അല്ലെങ്കിൽ താൻ ആത്മഹത്യ തിരഞ്ഞെടുക്കാനുണ്ടായ കാരണം അതാണ് എന്ന് തന്നെയാണ് ആത്മഹത്യാക്കുറിപ്പ് വ്യക്തമാക്കുന്നത്. കോടിക്കണക്കിന് രൂപയാണ് ഈ പലരിൽ ജോലി നൽകാമെന്ന്, ബാങ്കിൽ ജോലി നൽകാമെന്ന് കാട്ടി വാങ്ങിയത്. പക്ഷെ പിന്നീട് ബാങ്കിൽ ജോലി നൽകാൻ കഴിയാതെ വരികയും പലർക്കും താൻ പണം നൽകേണ്ട അവസ്ഥ എത്തുകയും ചെയ്തു. പക്ഷേ KPCC നേതൃത്വത്തിന്റെ അറിവോടെയാണ് ഈ പണം വാങ്ങിയത്. IC ബാലകൃഷ്ണൻ MLA-യും ND അപ്പച്ചനുമൊക്കെ ഈ പണം വാങ്ങിയതിൽ വലിയ പങ്കുമുണ്ട്. പക്ഷേ ആളുകൾ നേതൃത്വം തന്നെ പൂർണ്ണമായും കഴിയുന്ന ഒരു സാഹചര്യമുണ്ടായി. ഒപ്പം ഈ നിയമന ക്രമക്കേടുമായി ബന്ധപ്പെട്ട് തന്റെ മകന് ബാങ്കിലുണ്ടായിരുന്ന ജോലിയും നഷ്ടപ്പെടുത്തുന്ന ഒരു തരത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങി. എന്തായാലും ഈ കാര്യങ്ങളൊക്കെയാണ് തന്റെ ആത്മഹത്യക്ക് കാരണമെന്നാണ് അദ്ദേഹം കുറിപ്പിൽ പങ്കുവച്ചിരിക്കുന്നത്. ടോം,
വ്യക്തമാണ്. കോഴിക്കോട് നിന്ന് MS അനീഷ് കുമാറാണ് വിവരങ്ങൾ നൽകിയത്. വയനാട് DCC ട്രഷറർ MN വിജയന്റെ ആത്മഹത്യാക്കുറിപ്പാണ് പുറത്തു വന്നിരിക്കുന്നത്. കോൺഗ്രസ് നേതൃത്വത്തെ വെട്ടിലാക്കുന്നതാണ് ആത്മഹത്യാക്കുറിപ്പ്. സ്പോട്ട് ലൈവ് പൂർണ്ണമാകുന്നു. നമസ്കാരം.